എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ നാരിയെ പൂജിക്കുന്നിടത്തെ നാരായണൻ്റെ അനുഗ്രഹം അനർഗളമായി ഒഴുകൂ എന്നതാണ്. രാവണവധത്തിന് ശേഷം ശ്രീരാമചന്ദ്രൻ അരികിലേക്ക് മണ്ഡോദരി എത്തി. പിന്നിൽ നിന്ന് എത്തിയ രാവണപത്നിയുടെ നിഴൽ കണ്ടപ്പോൾ തന്നെ ശ്രീ രഘുവരൻ തൊഴുകൈകളോടെ എഴുന്നേറ്റ് നിന്ന് വിനയപൂർവ്വം ചോദിച്ചു, അമ്മ ഇപ്പോൾ എന്നെ കാണാൻ വരാൻ സംഗതി എന്താണ്? മണ്ഡോദരി, വീരശൂര പരാക്രമിയും വിശ്വവിജയിയുമായിരുന്ന എൻ്റെ ഭർത്താവിനെ അങ്ങയ്ക്ക് നിഗ്രഹിക്കാൻ കഴിഞ്ഞത് എങ്ങനെയെന്ന് ചോദിച്ചറിയുവാനാണ് ഞാൻ വന്നത്. പക്ഷേ ഭഗവാൻ, പക്ഷേയോ? അതെന്താ? ചോദിക്കേണ്ടെന്ന് തീരുമാനിച്ചോ? രാവണപത്നി, ചോദിക്കേണ്ടെന്ന് തന്നെ തീരുമാനിച്ചു. ആ ചോദ്യത്തിന് എനിക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഭഗവാൻ ചോദിച്ചു, ഉത്തരം കിട്ടിക്കഴിഞ്ഞെന്നോ? എന്താണ് ആ ഉത്തരം? രാവണപത്നി, എന്നെപ്പോലെ ഒരു ധർമ്മപത്നി ഉണ്ടായിട്ടും എൻ്റെ ഭർത്താവ് അങ്ങയുടെ പത്നിയും മഹിളാരത്നവുമായ സീതാദേവിയിൽ മോഹിച്ചുപോയി ദുരന്തം ചോദിച്ചു വാങ്ങി. അങ്ങാണെങ്കിൽ ഒരു അന്യപുരുഷൻ്റെ ഭാര്യയുടെ നിഴൽ കണ്ടപ്പോഴേ എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പി ആദരവ് കാട്ടി. അങ്ങയുടെ വിജയത്തിൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെ പരാജയത്തിൻ്റെയും കാരണം എനിക്ക് മനസ്സിലായി. നാരിയെ പൂജിക്കുന്നിടത്തെ നാരായണൻ്റെ അനുഗ്രഹം അനർഗളമായി ഒഴുകൂ. ഈ തത്വമറിഞ്ഞ് സ്ത്രീ സുരക്ഷയും അവസര സമത്വവും അവകാശ തുല്യതയും വിട്ടുവീഴ്ചയില്ലാതെ നടപ്പിൽ വരുത്തണം. അത്തരത്തിൽ പ്രതിരോധവും നയതന്ത്രവും സർവാശ്ലേഷിയായ വികസനവും നാരീ സുരക്ഷയും നടപ്പിലാക്കി സനാതനധർമ്മ സംസ്കൃതിയിലധിഷ്ഠിതമായി ശക്തമായ ആത്മനിർഭര ഭാരതം പുനഃസൃഷ്ടിക്കാനുള്ള രഥയാത്രയാകണം അയോധ്യയിൽ നിന്ന് ഭാരതത്തിൻ്റെ സകല കോണുകളിലേക്കും വരും നാളുകളിൽ തുടർന്ന് നടക്കേണ്ടത്. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. നന്ദി.